ഈ ഞാൻ സ്മൃതി മേഡം പറഞ്ഞു തുടങ്ങാം. അവിടുത്തെ കാര്യം മാത്രം പറയാം. ഈ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഇപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? തളിപ്പൂർ മണ്ഡലത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടുന്നു. അതിൻ്റെ അകത്ത് പറയുന്നു തളിപ്പറമ്പ് അതിലൊരു സ്ത്രീ സ്ഥാനാർത്ഥി വേണം എന്ന് പറയുന്നു. അതിൻ്റെ അകത്ത് PK ശ്യാമളയുടെ പേര് രാജേഷ് പറയുന്നു, ജില്ലാ സെക്രട്ടറി പറയുന്നു. അതിൻ്റെ അകത്ത് കുറേ പേര് എതിർത്തു, കുറേ പേര് അനുകൂലിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന TK ഗോവിന്ദൻ പറയുന്നു സുകന്യനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൂടെ എന്ന് പറയുന്നു. സുകന്യയുടെ സ്ഥാനാർത്ഥിയാക്കാം എന്ന് പറയുന്നു. ബാക്കിയുള്ളവർ പല പേരുകൾ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും TK ഗോവിന്ദൻ്റെ പേര് അവിടെ ആരും പറഞ്ഞിട്ടില്ല. ഗോവിന്ദൻ പോലും പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് അയക്കുന്നു. സംസ്ഥാന കമ്മിറ്റി അതിൽ നിന്ന് ഒരാളുടെ പേര് PK ശ്യാമളയുടെ പേര് തിരിച്ച് ജില്ലാ കമ്മിറ്റിയിലേക്ക് അറിയിക്കുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടുന്നു, മണ്ഡലം കമ്മിറ്റി കൂടുന്നു. മണ്ഡലം കമ്മിറ്റി കൂടുമ്പോൾ മണ്ഡലം കമ്മിറ്റിയിൽ എല്ലാം അത് പാർട്ടി സിസ്റ്റമാണ്. അത് ആ പാർട്ടി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് കുറേ പേർ അനുകൂലിക്കും, കുറേ പേർ എതിർക്കും. 100% അനുകൂലിക്കുന്നവർ മാത്രം സ്ഥാനാർത്ഥിയാവുക എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം 250 മണ്ഡലം അംഗങ്ങളുണ്ടെങ്കിൽ 100 മണ്ഡലം കമ്മിറ്റി ആ 100 അംഗങ്ങളും അംഗീകരിച്ചാൽ മാത്രം ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവിടെ ആരൊക്കെയുണ്ട്? അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട്, സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, ജില്ലാ സെക്രട്ടറി ഉണ്ട്. ഇവരുടെ മുന്നിലാണ് ഈ പറയുന്ന മണ്ഡല കമ്മിറ്റി യോഗം കൂടുന്നത്. അതിനകത്ത് ഈ പറയുന്ന TK ഗോവിന്ദൻ്റെ അഭിപ്രായം TK ഗോവിന്ദൻ പറഞ്ഞു അതോടുകൂടി അത് അവസാനിക്കേണ്ടതാണ്. എന്താണ് സംഭവം എന്ന് പറയുന്നത്? ഒരാളൊരു യുദ്ധത്തിന് ഇറങ്ങുകയാണ്, എല്ലാ ആൾക്കാരെയും തട്ടിക്കൂട്ടി യുദ്ധത്തിന് ഇറങ്ങുന്നു. അദ്ദേഹമാണ് നയിക്കുന്നത്. ഈ എതിർപ്പാളയത്തിൽ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന ആയുധങ്ങളെല്ലാം താഴെ വെച്ചിട്ട് ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ കൂട്ടിക്കൊണ്ടുവന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഇതേ അവസ്ഥയാണ് TK ഗോവിന്ദൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ 65 വർഷത്തെ പാരമ്പര്യമുണ്ട് എന്ന് പറയുന്നു. ഗോവിന്ദ മാഷെ സംബന്ധിച്ചിടത്തോളം TK ഗോവിന്ദ മാഷെ സംബന്ധിച്ചിടത്തോളം 65 വർഷത്തെ പാരമ്പര്യം ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കണ്ണൂരിലെ സഖാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്താണ് പ്രശ്നം എന്ന് പറയുന്നത്? PK ശ്യാമളയെ കുറിച്ചിട്ട് എന്താണ്? PK ശ്യാമള ഈ പറഞ്ഞ തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ TK ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം? അവർക്ക് എന്തെങ്കിലും അതുമായിട്ടുള്ള അവരെന്തെങ്കിലും വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം അതിന് പ്രാപ്തിയായ ഒരു സ്ത്രീയല്ല, അത് പാർട്ടിയായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാളാണ്, എന്തെങ്കിലും അഭിപ്രായം ഈ പറയുന്ന TK ഗോവിന്ദനുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായം TK ഗോവിന്ദനെ സംബന്ധിച്ചുള്ള ആകെയുള്ള അഭിപ്രായ വ്യത്യാസം എന്താണ്? 3 വർഷം സംസ്ഥാന സെക്രട്ടറിയായി ഗോവിന്ദ മാഷ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഈ പറയുന്ന PK ശ്യാമള വരുന്നു എന്നുള്ള ഏക ആക്ഷേപം മാത്രമേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളൂ. ആ ആക്ഷേപം എന്ന് പറയുന്നത് അദ്ദേഹം ഇത് കേരളം ഒരു സംസ്ഥാനത്ത് പല സംസ്ഥാന സെക്രട്ടറിമാരുടെയും ജില്ലാ സെക്രട്ടറിമാരുടെയും ഭാര്യമാർ മത്സരിക്കുകയും MLA ആവുകയും മന്ത്രിയായും ചെയ്ത സംസ്ഥാനമാണ് കേരളം. അവിടെ ഈ PK ശ്യാമളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മത്സരിക്കരുത്. അത് PK ശ്യാമള മുൻപ് MLA സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടില്ലല്ലോ, ഒരു മന്ത്രിയായിട്ടില്ലല്ലോ. അവരെന്താണ് ഈ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയും കൂടിയാണ്. അവരെ പോലെ ഒരാളെ പരിഗണിച്ചുകൂടെ എന്ന് ചോദിക്കുന്നതിൻ്റെ അകത്ത് അത് പരിഗണിക്കാൻ പാടില്ല എന്ന് പറയേണ്ടതാരാ? അത് പറയേണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ PBയോ അല്ലെങ്കിൽ പറഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റോ ആണ്. അവർക്ക് അങ്ങനെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അങ്ങനെ അവിടെ ഒരു പ്രശ്നം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ആകെ TK ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഏക പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ സ്ഥാനാർത്ഥിയാകണോ ആകേണ്ടയോ എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു എൻ്റെ പേര് ആരും പറഞ്ഞിട്ടില്ല, എൻ്റെ പേര് ആരും പറയുന്നില്ല, നിങ്ങൾക്ക് വേണ്ടാത്ത ഞാൻ പിന്നെ എന്തിനാ ഈ പാർട്ടിയിൽ നിൽക്കുന്നില്ല ശൈലിയാണ് അദ്ദേഹം തിരിച്ച് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുകയാണ് ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് ഇത് PK ശ്യാമളയെ ഇങ്ങനെ ഒരു പ്രതിഭാസം ഈ പാർട്ടിയിൽ ഉണ്ടാകുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ മാറി നിൽക്കുകയാണ്, ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ഔചിത്യമുണ്ട്. ഈ ഔചിത്യമല്ല. ഇദ്ദേഹം എന്താണ്? ഇത് പാർലമെൻ്ററി പ്രവർത്തനമാണ്. പാർലമെൻ്ററി പ്രവർത്തനത്തിൽ ഇറങ്ങി ഞാൻ ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. 65 വർഷത്തെ പാരമ്പര്യം പിന്നെ ഇല്ല. 65 പാരമ്പര്യം അവർ അവസാനിക്കുകയാണ്. ഇന്ന് തുടങ്ങിയ എന്താണ്? ഈ പറഞ്ഞ വലതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്ന് മത്സരിക്കാൻ തീരുമാനിക്കുകയാണ് അദ്ദേഹം. ആ മത്സരിച്ചതിന് ശേഷം പറയുകയാണ് കോൺഗ്രസ് വർഗീയ കക്ഷികൾ ഒഴിച്ചിട്ട് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ പിന്തുണ നേടിച്ച് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുക എന്ന് പറയുന്നതോടുകൂടി ആ സാധനം അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് എന്താണ്? പിന്നെ ഈ ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. കേരളത്തിലെ ഈ പറഞ്ഞ തളിപ്പറമ്പ് മണ്ഡലത്തിൽ മാത്രമേ ഈ പറയുന്ന പരിപാടികൾ നടക്കാറുള്ളൂ. നിങ്ങൾ പൊന്നി തങ്കം കണ്ടില്ലേ? തലശ്ശേരിയിൽ നടക്കുന്നില്ലേ? എറണാകുളത്ത് നടക്കുന്നില്ലേ? പിന്നെ സജി ചെറിയൻ്റെ മണ്ഡലത്തിൽ നടക്കുന്നില്ലേ? കണ്ണൂരിൽ നടക്കുന്നില്ലേ? തളിപ്പറമ്പിൽ നടക്കുന്നില്ലേ? എത്രയോ മണ്ഡലങ്ങൾ കേരളത്തിലെ 140 മണ്ഡലത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു 60% MLA-മാരുടെ മണ്ഡലത്തിലും ഇതുപോലെയുള്ള ഹാപ്പിനെസ് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അവിടെ എല്ലാം നടക്കുന്നത് കണക്ക് മണ്ഡലം കമ്മിറ്റിയാണ്. അതെ, ഒരു മിനിറ്റ്. ആ പരിപാടികളെല്ലാം നടത്തുന്നത് സിനിമാ നടന്മാരും സിനിമാ നടിമാരും ഈ പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് ഇവന്റ് ആൾക്കാരും ഗാനമേളവും പാട്ടും വലിയ രീതിയിലുള്ള പ്രോഗ്രാമുകൾ നടത്തി തന്നെയാണ് എല്ലാ മണ്ഡലം
മണ്ഡലങ്ങളിലും പരിപാടി നടക്കുന്നത്. അത് ഈ കണ്ണൂർ മാത്രം അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് അതൊരു വലിയ കുറ്റമായി കാണാൻ പറ്റില്ല. കാരണം അവിടെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? കണ്ണൂരിൽ അങ്ങനെ ഒരു പരിപാടി നടത്തണ്ട എന്ന അഭിപ്രായമുണ്ടോ? കേരളത്തിൽ ഏറ്റവും ആദ്യം പരിപാടി നടത്തുകയും അത് വലിയ വിജയമായ മണ്ഡലമാണ്. പിന്നെ എന്താണ് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. സീറ്റ് കിട്ടുന്നതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാറി നിന്ന് അത് അവിടെ വെല്ലുവിളിയായേനെ. എങ്ങനെ വെല്ലുവിളിയായേനെ? അദ്ദേഹം മാറി നിന്ന് സ്വതന്ത്രമായി മത്സരിക്കുന്നു. എനിക്ക് വലതുപക്ഷത്തിന് വേണ്ട, ഇതിനെതിരെയാണ് മത്സരിക്കുന്നതെങ്കിൽ, ഈ പറഞ്ഞ പ്രവണതയ്ക്കെതിരെയാണ് മത്സരിക്കുന്നത്. അദ്ദേഹം അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഈ പ്രവണതയ്ക്കെതിരെ ഞാൻ വലതുപക്ഷ ആൾക്കാരെയും കൂടെ കൂട്ടിയിട്ട് അത് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ഞാൻ മത്സരിച്ച് നിയമസഭയിൽ വരും എന്നുള്ള നിലയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നവരെ പാർട്ടി സംരക്ഷിച്ചോണം എന്ന് പറയുന്ന രീതിയിൽ നോർമലി എന്താ സംഭവിക്കുക? പാർട്ടി പുറത്താക്കും, പാർട്ടി മാറ്റി പരിപാടി നിർത്തിക്കോണം. അല്ലല്ലോ, ഒരു മിനിറ്റ് മാധു പറഞ്ഞ ഇടപെട്ടില്ലല്ലോ ഞാൻ. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ശൈലജ ടീച്ചറെ കുറിച്ച് പറഞ്ഞു. ശൈലജ ടീച്ചർ പേരാവൂരിലേക്ക് മാറി. പേരാവൂരിൽ മത്സരിക്കാൻ പാടില്ല. 2006 ശൈലജ ടീച്ചർ അവിടുത്തെ MLA ആണ്. പേരാവൂരിൻ്റെ പേരാവൂരിൻ്റെ MLA ആണ്. ഈ സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്തിയ MLA ഏതാണ് അവിടെ? അല്ലേ? ആ ശൈലജ ടീച്ചറിന് പിന്നെ എന്താണ് നമ്മുടെ മട്ടന്നൂരിൽ MLA ആയതുകൊണ്ട് വേറെ അവിടെ തിരിച്ച് മത്സരിക്കാൻ പാടില്ല എന്നുള്ള സംവിധാനമുണ്ടോ? അവരെ സംബന്ധിച്ചിടത്തോളം KPCC പ്രസിഡന്റ് മണ്ഡലം, KPCC പ്രസിഡന്റിൽ അവിടെ മത്സരിപ്പിച്ചത് അവിടെ മുൻ MLA ആയി ശൈലജ ടീച്ചറിൻ്റെ വീടിരിക്കുന്ന സ്ഥലമാണ് ഈ പേരാവൂർ എന്ന് പറയുന്നത്. ആ പേരാവൂർ അല്ല, അത് പറഞ്ഞോട്ടെ, അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. TK ഭാസുരൻ പറഞ്ഞല്ലോ, സോറി TK ഗോവിന്ദൻ പറഞ്ഞ കാര്യമാണത്. അദ്ദേഹം മത്സരിച്ചത് ശൈലജ ടീച്ചറുടെ വീടിരിക്കുന്ന മണ്ഡലത്തിൽ, അദ്ദേഹം മുൻ MLA ആയ സ്ഥലത്ത് അവിടെ പോയി മത്സരിച്ച് ആ ടീച്ചർക്ക് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് പാർട്ടി വിലയിരുത്തലാണ്. ആ പാർട്ടി വിലയിരുത്തലിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പിന്നെ ടീച്ചറെ അവിടെ മത്സരിപ്പിക്കുന്നത്. അല്ല, ഒരു മിനിറ്റ്, അവിടെ മത്സരിച്ചോട്ടെ. അപ്പൊ TK ഗോവിന്ദൻ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. അതെന്തോ വലിയ അപരാധമായും ഏതോ കുറ്റമായിട്ട് പറയുകയാണ്. അവരെ എന്തിനാ അവിടെ തളിപ്പറമ്പിൽ കൊണ്ട് മത്സരിപ്പിക്കുന്നത്? അവിടെ തളിപ്പറമ്പ് കൊണ്ട് മത്സരിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞ കണ്ണൂർ ജില്ലയിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി, അതാ എവിടുത്തെ നിയമം? ആരാ തീരുമാനിച്ചത്? അങ്ങനെ TK ഗോവിന്ദനാണ് തീരുമാനിക്കുന്നത്. ഒരു വനിതാ സ്ഥാനാർത്ഥി വേണം, അത് തളിപ്പറമ്പിൽ വേണം. അവിടെ 2 സ്ഥാനാർത്ഥി വേണം. 2ആണ് പാർട്ടി തീരുമാനമെങ്കിൽ ഒന്ന് പേരാവൂരിൽ മത്സരിക്കുന്നു, ഒന്ന് തളിപ്പറമ്പിൽ മത്സരിക്കുന്നു. അദ്ദേഹം അതാ പറഞ്ഞത്. തളിപ്പറമ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി വേണമെന്ന് പറഞ്ഞു. പാർട്ടി തീരുമാനം എന്ന് പറയുന്നത് തളിപ്പറമ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി വേണം എന്നുള്ളത്. അത് ശ്രീമതി ടീച്ചറാണ്, സോറി പിന്നെ നമ്മുടെ ശൈലജ ടീച്ചറാണെന്ന് TK ഗോവിന്ദന് പറയാൻ കഴിയത്തില്ല. അതങ്ങനെ ശൈലജ ടീച്ചറെന്ന് പറയാൻ തെറ്റിദ്ധരിച്ചതല്ല ഞാൻ. തളിപ്പറമ്പിലെ കാര്യം ഒരു വനിത വേണം എന്ന് ജില്ലാ സെക്രട്ടറി പറയുന്നു. അതെ, ജില്ലാ സെക്രട്ടറി പറയുന്നു. അപ്പോൾ സുകന്യ എന്ന പേര് ഇദ്ദേഹം വയ്ക്കുന്നു. അപ്പോൾ അതല്ല PK ശ്യാമള എന്ന് അദ്ദേഹം പറയുന്നു. അത് ജില്ലാ സെക്രട്ടറിയിൽ വരുമ്പോൾ 7 പേർ അതിനെ എതിർക്കുന്നു, 3 പേർ പിന്തുണയ്ക്കുന്നു. അദ്ദേഹം പറഞ്ഞല്ലേ. ശൈലജ ടീച്ചറിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞില്ലേ? ശൈലജ ടീച്ചറിന്റെ കാര്യം പറഞ്ഞ് അവിടെ എന്താണ് സ്കേപ്പ് ഔട്ട് ആക്കുന്നത്. അങ്ങനെയല്ല, ആ ശൈലജ ടീച്ചറെ തളിപ്പറമ്പിൽ കൊണ്ട് മത്സരിച്ചുകൂടെ ചോദിച്ചല്ലോ. ചോദിച്ചു. അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ മറുപടി പറഞ്ഞത്. അതിന് മറുപടി പറ. ഇല്ല, ശൈലജ ടീച്ചറെ തളിപ്പറമ്പിൽ കൊണ്ട് മത്സരിച്ചുകൂടെ. സുകന്യനെ പറ്റില്ലെങ്കിൽ വിജിനെ കൊണ്ടുവരാമല്ലോ. വിജിനെ കൊണ്ടല്ല, ശൈലജ ടീച്ചർ. നിങ്ങൾ ശൈലജ വിടുന്നതിനാ? ശൈലജ ടീച്ചറേയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടതാണ്. ശൈലജ ടീച്ചറിനെ ശൈലജ ടീച്ചറിനെ ഞാൻ ചോദിക്കുന്നത് അതല്ല. ശൈലജ ടീച്ചറിനെ ഈ പേരാവൂരിൽ മത്സരിപ്പിക്കുന്നതിന് എന്താ തെറ്റ്? അതിന് മറുപടി പറയണ്ടേ? ഈ പറഞ്ഞ എന്തോ കുറ്റം പോലെ പറയുമ്പോ അതിൽ എതിർപ്പുണ്ടായിരുന്നു, അവർക്ക് അതിൽ വിഷമം ഉണ്ടായിരുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്തു. അതാണ് പറയുന്നത്. ഞാൻ നമ്മൾ ചോദിക്കും KK ശൈലജ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. KK ശൈലജ ഏറ്റവും ഒടുവിൽ പറഞ്ഞെന്താ? പേരാവൂർ എന്റെ നാടല്ലേ, അവിടെ മത്സരം മട്ടന്നൂരിൽ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരാളോട് പിന്നീട് മന്ത്രിയാകണ്ടെന്ന് പറയുന്നത് അങ്ങനെ കോൺഗ്രസിന്റെ കുത്തകയായ പേരാവൂരിൽ കോൺഗ്രസിന്റെ കുത്തകയായ പേരാവൂരിൽ എടുത്തിട്ട് വേറെ സാധനം അല്ല ഇത് അത് പറഞ്ഞ കാര്യമാണ്. കോൺഗ്രസിന്റെ കുത്തകയായ പേരാവൂരിൽ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ അതികായകനെ തോൽപ്പിച്ച് ഈ നിയമസഭയിൽ വന്ന ആളാണ് ശൈലജ ടീച്ചർ. അല്ലേ? ആ സ്ഥാനാർത്ഥി അതേ പിന്നെ ആൾ രണ്ടാമത് ശൈലജ ടീച്ചറെ തോൽപ്പിച്ച് പിന്നെ അധികാരത്തിൽ വന്നു. അവരെ തോൽപ്പിക്കാൻ വിടേണ്ടത് ഈ ശൈലജ ടീച്ചറാണെന്ന് തീരുമാനിച്ചത് പാർട്ടിയാണ്. അത് അങ്ങനെ വിടാൻ പാടില്ല. അതെന്തോ വലിയ അപരാധമാണെന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അതിന് മട്ടന്നൂരിലെ വലിയ ഭൂരിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുക. മട്ടന്നൂർ പാർട്ടി കോട്ടയാണ്, അവിടെ ആര് മത്സരിച്ചാലും വലിയ ഭൂരിപക്ഷത്തോട് മത്സരം ജയിക്കും. അത് ശൈലജ ടീച്ചർ എന്നല്ല, അതിന് മുൻപുള്ള ഒരു മത്സരം വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലേ, അതിന് ഇപ്രാവശ്യം ഭൂരിപക്ഷം കിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താണ്, തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം മാറി നിൽക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന മനഃശുദ്ധിയൊക്കെ വെച്ചിട്ട് അദ്ദേഹം 65 വർഷത്തെ പാരമ്പര്യമൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഞാനിതാ ഈ പ്രവണതയ്ക്കെതിരെ സ്വതന്ത്രമായ ഒരു നിലപാടെടുത്ത് മാറി നിൽക്കാൻ തീരുമാനിച്ചു, ഞാനിതാ സ്വതന്ത്രമായി മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്രയും നാളും തള്ളി പറഞ്ഞ കോൺഗ്രസിന്റെ കൂടെ അവരെ പിന്നെ ഇത് പിടിച്ചിട്ടാണ് നാളെ മത്സരിക്കാൻ. സണ്ണി ജോസഫിനെയാണ് പോയി കണ്ടത്. അതേപോലെ സണ്ണി ജോസഫിനെ പോയി CPM-നെ നന്നാക്കാൻ അല്ല. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് ഉച്ചയ്ക്ക് സെക്രട്ടേറിയറ്റ് കൂടി കഴിഞ്ഞപ്പോഴും ആരും വലിയ കാര്യമായിട്ട് ഇത് ചെയ്യാൻ കാരണം എന്താണ്, അവർക്ക് കാര്യം മനസ്സിലായി. എന്തുകൊണ്ട് പിണറായി വിജയൻ ഇത് ഇങ്ങനെയൊക്കെ സപ്പോർട്ട്, കാരണം പിണറായി വിജയൻ അറിയാമെന്നേ, ഇദ്ദേഹം പോയി ചർച്ച നടത്തിയതല്ല അറിയാം. ആദ്യം പിണറായി വിജയനോട് പോയി ചർച്ച ചെയ്യുന്നതിൽ തീരുമാനമായിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷെ അതിന് മുന്നേ എതിർ പാർട്ടിയിലുള്ള അങ്ങനെയല്ല പറഞ്ഞത്. പിണറായി വിജയൻ ഈ PK ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കാലത്ത് KPCC അധ്യക്ഷനായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. അതായത് ഈ പാർട്ടി നടപടികൾ, അതായത് അർജുൻ കല്യാണിന്റെ ചോദ്യം എന്താണ്, അർജുൻ കല്യാണിന്റെ ചോദ്യം അല്ല, പിണറായി വിജയൻ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ അല്ല. അർജുൻ കല്യാണിന്റെ ചോദ്യം എന്താണ്? അർജുൻ കല്യാണിന്റെ ചോദ്യം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന നിങ്ങൾ വിജയേട്ടൻ എന്ന് വിളിച്ചിട്ടുള്ള പിണറായി വിജയൻ അറിയാവുന്നതല്ലേ, നിങ്ങൾ പിണറായി വിജയനോട് സംസാരിച്ചില്ലേ ചോദിച്ചപ്പോഴാണ്. അതാണ് എൻ്റെ പ്രശ്നം. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അല്ല, പഴയ കഥയല്ല പറഞ്ഞത്. ഈ കാര്യത്തെ കുറിച്ച് എന്തുകൊണ്ട് പിണറായി വിജയൻ ഈ കാര്യത്തിൽ ഇടപെട്ടില്ല? ഈ കാര്യത്തെ കുറിച്ച് തന്നെയാണ്. എന്താണ് അവിടെ പ്രശ്നം? എന്താണ് പ്രശ്നം? PK ശ്യാമളയുമായുള്ളതാ പ്രശ്നം. എന്താ TK ഗോവിന്ദന്റെ പ്രശ്നം? പഴയ പ്രശ്നമാണോ? അല്ലല്ലോ. ഇപ്പൊ TK ശ്യാമള അവിടെ സ്ഥാനാർത്ഥിയായതാ പ്രശ്നം. ആ കാര്യത്തെക്കുറിച്ചാണ് ചോദ്യം. ആ കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് പിണറായി വിജയൻ ഇടപെടില്ല എന്ന് പറഞ്ഞതിന് ഇടപെടാതിരിക്കാൻ കാരണം അതിനു മുന്നേ ഈ പറയുന്ന TK ഗോവിന്ദൻ കോൺഗ്രസുമായി ചർച്ച നടത്തിയേക്കാണ്. പിന്നെ എന്തിന് ഇടപെടുന്നത്? Meet the editors.